നിലവിലെ എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കണോ? കെ മുരളീധരനോട് നിങ്ങൾ യോജിക്കുന്നുവോ? ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാൻ ഒരിടം. അങ്ങനെ കെ മുരളീധരൻ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുവാൻ ആഗ്രഹിച്ചിരുന്ന ആ കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നിലവിലെ എംപിമാർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട എന്ന്. കഴിഞ്ഞ തവണ പാർട്ടിയുടെ തീരുമാനമുണ്ട്, നിലവിൽ എംപിമാരായവർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന്. കെ മുരളീധരന്റെ ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗമൊന്ന് നമുക്ക് കാണാം. ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല. നിലവിലുള്ള നിയമം അനുസരിച്ച് MP-മാർ MLA-മാരായിട്ട് മത്സരിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പാർട്ടി തീരുമാനിച്ചത്. ഇതിനെക്കുറിച്ചൊന്നും ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടില്ല. അത് പാർട്ടി തീരുമാനിക്കട്ടെ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്നും അധികാരത്തിൽ വന്നാൽ മന്ത്രി കസേര സ്വപ്നം കണ്ട് ഇപ്പോഴേ ഡീലുകൾ ചർച്ച തുടങ്ങിയ നിരവധി MP-മാർ കോൺഗ്രസിലുണ്ട്. മുഖ്യമന്ത്രി കസേര വരെ സ്വപ്നം കാണുന്നവർ ആ കൂട്ടത്തിലുണ്ട്. വരുന്ന തവണ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന ഹൈക്കമാൻഡൻ KC വേണുഗോപാൽ അടക്കം നിരവധി പേർ ഈ കാറ്റഗറിയിൽ ഉണ്ട്. മന്ത്രിപദമടക്കം സ്വപ്നം കാണുന്നവരിൽ പ്രധാനികൾ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും വിജയിച്ച് MP-ആയ അടൂർ പ്രകാശ്. 2, കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര. 3, ബെന്നി ബെഹനാൻ ചാലക്കുടി. 4, രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ്. 5, ആൻഡോ ജോസഫ് പത്തനംതിട്ട. 6, കെ സുധാകരൻ കണ്ണൂർ. 7, MK രാഘവൻ കണ്ണൂർ. 8, ഷാഫി പറമ്പിൽ വടകര. 9, ശശി തരൂർ തിരുവനന്തപുരം. 10, KC വേണുഗോപാൽ ആലപ്പുഴ. 11, ഡീൻ കുര്യാക്കോസ് ഇടുക്കി. 12, VK ശ്രീകണ്ഠൻ പാലക്കാട്. 13, ഹൈബി ഈഡൻ എറണാകുളം. കയ്യിലുള്ള MP സ്ഥാനം രാജിവെച്ച് ഇത്രയും എണ്ണം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഇറങ്ങിയാൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണ് ഇതിന്റെ പുറകെ നടക്കുന്നത് എന്നാണ് കെ മുരളീധരൻ പച്ചയ്ക്ക് ചോദിച്ചു വെച്ചത്. സത്യമല്ലേ? സംസ്ഥാനത്ത് കനത്ത ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ നിലനിൽക്കുമ്പോൾ നിലവിൽ കോൺഗ്രസിലെ യുവനേതാക്കൾ മത്സരിച്ചാൽ വിജയം സുനിശ്ചിതം എന്നിരിക്കെ കസേരമോഹികളായ ഈ കടൽക്കിഴവന്മാരെ രാജിവെപ്പിച്ചിവിടെ മത്സരത്തിന് കെട്ടിയിറക്കേണ്ട ആവശ്യമുണ്ടോ? നിലവിലെ MP-മാർ രാജിവെച്ച് നിയമസഭാ മത്സരത്തിന് ഇറങ്ങിയാൽ ഓരോ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ വീണ്ടും എത്ര കോടികൾ ചിലവിടണം? ജനങ്ങൾ വീണ്ടും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിക്കണം? UDF-ൽ എന്നല്ല ഒരു പാർട്ടിയിലുമുള്ളവർ നിലവിലെ MP-മാരെ മത്സരരംഗത്തേക്ക് ഇറക്കേണ്ട ആവശ്യമുണ്ടോ? നിലവിൽ MP-മാരോ MLA-മാരോ ആയിരിക്കുന്നവർക്ക് ആ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് മത്സരിക്കുവാൻ പാടില്ല എന്ന് നിയമനിർമ്മാണം നടത്തേണ്ടുന്നതിൻ്റെ കാലം അതിക്രമിച്ചില്ലേ? ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്ന് പ്രേക്ഷകർക്ക് പ്രതികരിക്കുവാനുള്ള വിഷയം ഇതാണ്. നിലവിലെ MP-മാർ വരുന്ന നിയമസഭയിലേക്ക് മത്സരിക്കണോ? കെ മുരളീധരനോട് നിങ്ങൾ യോജിക്കുന്നുവോ? ഈ പ്രഖ്യാപനത്തിലൂടെ കെ മുരളീധരൻ വലിയൊരു ചർച്ചയ്ക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഈ പ്രഖ്യാപനം കേവലം ഒരു ജൽപ്പനമല്ല, പാർട്ടിക്കുള്ളിൽ തന്നെ ചിലരെ ലക്ഷ്യം വെച്ചുള്ളതും എന്നാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒരു പ്രസ്താവനയാണ് കെ മുരളീധരൻ നടത്തിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഉപകാരപ്രദവും സ്വീകാര്യപ്രദവുമായ ഒരു നിർദ്ദേശമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ 9746114444 എന്ന താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിച്ചറിയുകയോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നിലവിലെ MP-മാർ വരുന്ന നിയമസഭയിലേക്ക് മത്സരിക്കണോ? കെ മുരളീധരനോട് നിങ്ങൾ യോജിക്കുന്നുവോ? ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാൻ വിടാം. ITV News, an eye for truth. ITV ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.